ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൺലൈനായിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ റിവ്യൂ പറയാനാണ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അതിന് ഭയങ്കര റേറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഓൺലൈനായിട്ട് വാങ്ങിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായതും. പിന്നെന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൃശ്ശൂരുള്ളൊരു ബൊട്ടിക്കാണ്. ബൊട്ടിക്കിൻ്റെ പേരൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ റേറ്റ്, അതായത് എനിക്ക് തോന്നുന്നു 412 500 രൂപയുടെ താഴെ. പിന്നെ ഒരു ഷിപ്പിംഗ് ചാർജ് 50 രൂപ അത്രയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടം എന്ന് പറയാനായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ധാവണി ആയത് കാരണം കൊണ്ട് എനിക്ക് വാങ്ങിക്കണം, ഇടണം എന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഇത്രയും അഫോർഡബിൾ റേറ്റിന് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചൊന്നുമില്ലെന്ന് വാങ്ങിച്ച് നോക്കാം എങ്ങനെ ഇരിക്കും എന്തായിരിക്കും. പിന്നെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ ഓൺലൈൻ പർച്ചേസിൻ്റെ ആളല്ല കേട്ടോ. അപ്പം നമുക്ക് പുറത്ത് പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഫുൾ ഓൺലൈനിലാണ് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ അക്കടികളും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്, ഇല്ലയെന്നില്ല. പക്ഷേ ഓക്കെ ആണ് എനിക്ക്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വേറെ കാര്യം പറയാൻ വന്നത്, നമ്മുടെ വീഡിയോ എടുക്കണതിൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു, ലൈറ്റ് സ്റ്റാൻഡ് ഒടിഞ്ഞു. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ടാണ് എടുക്കണത്. അതുകൊണ്ടാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ കാണുന്നത്. സാധാരണ ഇങ്ങനെയൊന്നും കാണാറുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതാണ് വേറെ വിഷയം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ധാവണി സെറ്റാണല്ലേ ഇങ്ങനത്തെ ഒരു ടൈപ്പ്, ഈ ഒരു ടൈപ്പ്. അപ്പോൾ ഇതൊരു പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചായിരുന്നു ഏത് കളർ എടുക്കേണ്ടതെന്നുണ്ട്. കുറേയൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ലാസ്റ്റ് എടുത്താണെങ്കിൽ കളർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവാടയ്ക്ക് 3 മീറ്റർ ലെങ്ത്തും ഷോളിന് 2.25 മീറ്റർ ലെങ്ത്തും ബ്ലൗസിന് 1 മീറ്റർ ലെങ്ത്താണ് ഉള്ളത്. അപ്പോൾ ഓക്കെ, ഒരു ധാവണി തയ്ക്കാനുള്ള സാധനത്തിൻ്റെ ലെങ്ത്തൊക്കെ തന്നെയാണത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അൺസ്റ്റിച്ചഡാണ് ഫുള്ള് വരുന്നത്. ഇത്രയും പൈസയ്ക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റത്തില്ലല്ലോ അവർക്ക്. അപ്പോൾ അൺസ്റ്റിച്ചഡാണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ആക്ച്വലി ഇതിന് നമുക്ക് ലൈനിങ് വെക്കണം. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് ആദ്യം കൊറിയർ വന്നിട്ട് ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഈ പാവാടയുടെ ഈ മെറ്റീരിയലിന് നിറച്ച് ചെളി. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഒന്നാമത്തെ ഒരു വീഡിയോ പൊട്ടിച്ചപ്പോൾ തന്നെ വീഡിയോ എടുത്തായിരുന്നു. ഞാനിപ്പോൾ കുറേ ഇഷ്യൂസുകളുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ വീഡിയോ ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ പൊട്ടിച്ചിട്ടായത്. അപ്പോൾ ഞാൻ എടുത്ത് കഴിഞ്ഞ് പൊട്ടിച്ചപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണമല്ലോ, ഇത്രയും ഇഷ്ടപ്പെട്ട് മേടിക്കുന്ന സാധനം. അപ്പോൾ ഞാൻ തന്നെ അവർക്ക് മെസ്സേജ് ചെയ്തു, വിളിച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ സോറി മാഡം, അങ്ങനെയാണ്, നമുക്ക് തെറ്റ് പറ്റിയതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, ഇത് വാഷ് ഔട്ട് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം, ഇനി തിരിച്ചയച്ച് കൊറിയർ ചാർജ് കളയാനൊന്നും എന്നോട് പറ്റത്തില്ല. അല്ലെങ്കിൽ ആ പൈസ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കാൻ, എനിക്കതിൽ വിഷയമില്ല, ഞാൻ ഒരു കൊറിയർ ചാർജ് ഞാൻ എടുക്കില്ല കേട്ടോ. നമ്മൾ ഓക്കെ മാഡം, തിരിച്ചയച്ച് നമ്മുടെ മിസ്റ്റേക്ക് അല്ല, നമ്മൾ ശരിയാക്കുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചയച്ച് രണ്ടാമത് കിട്ടിയിട്ടുള്ള സാധനമാണ് കേട്ടത്. പക്ഷേ ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല, രണ്ടാമത് വന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊറിയർ ചാർജ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെടുത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ് ചെയ്തത്. അത് ഞാൻ കുറേ തവണ വിളിച്ചു, മെസ്സേജ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഒരു 50 രൂപയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്. ശരിക്കും പറഞ്ഞാൽ 85 രൂപയോളം വന്നിട്ടുണ്ടായിരുന്നു, 100 രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്പീഡ് പോസ്റ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായ DTDC ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റേതായ പൈസ റേറ്റ് വ്യത്യാസമുണ്ട്. അവർ പോസ്റ്റ് വഴിയാണ് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ 50 രൂപയാണ്. ഞാൻ ചെയ്തപ്പോൾ 85 രൂപ 75 രൂപ ആ റേറ്റിൻ്റെ അടുത്തേക്കൊക്കെ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര വേണ്ട, നോർമൽ നിങ്ങൾ എടുക്കണ കൊറിയർ ചാർജ് 50 രൂപ അത് മതി, കുഴപ്പമില്ല പറഞ്ഞു. പക്ഷേ അവരതിന് ശേഷം ഫോൺ എടുക്കുന്നില്ല. വിളിച്ചാൽ എടുത്താൽ തന്നെ പറയണത് ഞങ്ങളുടെ ഓണറോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചില്ല. ഇപ്പോൾ ശരി സംസാരിച്ചിട്ട് മതി, അങ്ങനെ പറഞ്ഞു ഒരു മാസത്തിൻ്റെ അടുത്തേക്ക്. ഇനിയിപ്പോൾ ഞാൻ പുരയുടെ പുറകെ ഞാൻ പോകുന്നുമില്ല, എനിക്കായിട്ട് വേണ്ട അതിനിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചോദിച്ചു, അവരൊരു ബൊട്ടിക്ക് നടക്കുന്ന ആളല്ലേ. അപ്പോൾ നമ്മൾ അവരെ വശത്ത് മിസ്റ്റേക്ക് ആയതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവരൊന്നും ആക്കണില്ല, പിന്നെ അത് വശത്തേക്ക് പോയില്ല. അപ്പോൾ ഇതാണ് പാവാടയുടെ മെറ്റീരിയൽ. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിങ്ങനെ എന്താ പറയുക, ഭയങ്കര റഫാണ്. റഫെന്ന് പറഞ്ഞാൽ മുരാന്നൊക്കെ ഇരിക്കുകയെന്ന് പറയില്ലേ, അതാണ്, അങ്ങനത്തെ തുണിയാണ് കേട്ടോ. ഇതിൻ്റെ വേറെ ഷോപ്പുകളിൽ അല്ലെങ്കിൽ വേറെ പൈസ കൂടിയ മെറ്റീരിയലൊക്കെ എന്ന് പറയുമ്പോൾ സോഫ്റ്റ് സിൽക്കായിട്ട് ഇങ്ങനെ കിടക്കണം കണ്ടിട്ടുണ്ട് ഇങ്ങനെ വീഡിയോസിൽ ഫോട്ടോസിലൊക്കെ. പക്ഷേ ഇച്ചിരി മുര പോലെയാണ് കേട്ടോ. അതായത് ഇത്തിരി റഫാണ്. ഇതിൻ്റെ അടിയിൽ ലൈനിങ് വെച്ചാലും ഇങ്ങനെ തന്നെയൊക്കെ തന്നെ നിൽക്കുള്ളൂ. ലൈനിങ് വെച്ചിട്ട് വേണം തയ്ക്കണേ. പക്ഷേ എന്നാലും ഇങ്ങനെ തുണിയായിരിക്കും, ഒരു ഒതുക്കില്ലാത്ത തുണിയായിരിക്കും. പാവാട ഇതാണ് കേട്ടോ ഒന്ന്. ഇനി രണ്ടാമത്തെ
ബ്ലൗസ്. എന്നെ കാണുന്നുണ്ട് പുറത്ത്. ഇതാണ് ബ്ലൗസ്. പക്ഷേ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഇത്രയും പൈസ കുറവല്ല. അവളെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഇത്രയും റേറ്റ് കുറവല്ല. അപ്പോൾ അതിനനുസരിച്ച് അവർ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗിൽറ്റൊക്കെ ഇല്ലേ, ഈ ഷെയ്ഡ്, ഈ വർക്കൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യില്ല, പോവും. അതായത് ചിലപ്പോൾ 2 വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 2 വട്ടം വാഷ് ചെയ്ത് കഴിയുമ്പോഴൊക്കെ പോവും എന്നൊക്കെ പറയുന്നുണ്ട്. ശരി തന്നെയാണ്, അങ്ങനത്തെ ഒരു ഗിൽറ്റാണ്. അത് പോകാനുള്ള സാധ്യത, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മുടെ പണ്ടൊക്കെ ഒരു ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടെന്നുകൊണ്ട് ഇങ്ങനെ മേത്ത് പിടിച്ചിരിക്കില്ലേ ഗിൽറ്റൊക്കെ, അതേപോലെയാണ് കേട്ടോ. ഇതിനും നമ്മൾ ലൈനിങ് വാങ്ങിക്കണം. ഇത് 1 മീറ്ററിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ലൈനിങ് മേടിച്ച് ഇതിന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഗിൽറ്റും പോയി കഴിഞ്ഞാൽ ഈ ബ്ലൗസ് പിന്നെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾക്ക്? ഒരു ഇതായിരിക്കൂലേ. അപ്പോൾ സ്റ്റിച്ചിങ് പൈസ പോയി, ലൈനിങ്ങിൻ്റെ പൈസ പോയി. പിന്നെ നമ്മൾ പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, ഒന്നും ഞാൻ അവർ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും റേറ്റ് കുറവിനാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ റേറ്റ് കുറവ് കണ്ടിട്ടാണ്. അപ്പോൾ നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ ഏറ്റവും റേറ്റ് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ മേടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ആ റേറ്റിന് ഓക്കെയാണ്. ആ റേറ്റിന് ഓക്കെയാണിത്. പിന്നെ ഇതതിൻ്റെ ഷാള് പറഞ്ഞത് 2.25 മീറ്റർ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാളൊന്നും നോക്കിയിട്ടില്ല, അവർ പറഞ്ഞിട്ടുള്ളത്. ഇതും അപ്പുറം കാണുന്നൊരു ടൈപ്പാണ്. പിന്നെ ഷാളായതുകൊണ്ട് ഇത് അപ്പുറം കണ്ടാലും വലിയ സീനില്ലാത്തൊരു ഇതാണ്. പക്ഷെ ബ്ലൗസ് ലൈനിങ് ഒന്നുമില്ല, പാവാടയ്ക്ക് ലൈനിങ് ഇല്ല. കണ്ടോ, ഇത് ബ്ലൗസ് ഇട്ടിട്ട് ഇതിങ്ങനെ ഞൊറി എടുക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. 2.25 മീറ്ററിൻ്റെ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാനാണ് സത്യത്തിൽ ഞാൻ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് മേടിച്ച ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ ഇങ്ങനെയാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ റേറ്റിന് ആ പൈസയ്ക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇനി സ്റ്റിച്ച് ചെയ്യണം. അപ്പം ലൈനിങ് നമ്മൾ എടുക്കണം. പിന്നെ ഇങ്ങനെ ചെറിയൊരു ഇഷ്യൂ വന്നു, അവരുടെ അടുത്ത് കൊറിയർ ചാർജിൻ്റെ ഒരു പ്രശ്നം വന്നു. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെന്താ, കുഴപ്പമില്ല, നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് നിങ്ങളുടെ മെറ്റീരിയൽ അത്രയ്ക്കും ഈ ഗിൽറ്റൊക്കെ പോകുന്ന അതിൽ തന്നെ പറയുന്നുണ്ട് അവർ. അപ്പോൾ അത് കേട്ടിട്ട് തന്നെയാണ് നമ്മളോട് അവർ പറയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു അവസ്ഥയും കൂടി പറയേണ്ടത്. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ കേട്ടിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടൊക്കെയാണ് മേടിക്കണത്. എങ്കിലും ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ മേടിക്കണവർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ സാധനം മേടിക്കണവരൊക്കെ ശരിക്കും ഡയറക്റ്റ് ഷോപ്പിൽ പോയി മേടിക്കായിരിക്കും നല്ലത്. ഞാൻ അങ്ങനത്തെ ആളെന്നെട്ടോ. എനിക്കിങ്ങനെ തുണിയൊക്കെ നോക്കി എടുക്കണം അങ്ങനത്തെ ഒരു ആൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവസ്ഥകൾ പുറത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട്, പിന്നെ പോയി കഴിഞ്ഞ് ഉണ്ണിനെ കൊണ്ടുപോകേണ്ടത് കൊണ്ടും, പിന്നെ അവിടെ ചെന്ന് കുറേ ടൈം എടുക്കും. പെണ്ണുങ്ങളാണല്ലോ, നമ്മൾ എന്താ പറയുക, തുണിക്കടയിലൊക്കെ കയറി കഴിഞ്ഞ് കാലത്ത് കയറി പിന്നെ വൈകുന്നേരം ആയിരിക്കും ഇറങ്ങാം. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് പിന്നെ ഉണ്ണിക്ക് ഭക്ഷണം നേരത്തിന് കറക്റ്റായിട്ട് കിട്ടില്ല. നമ്മുടെ പ്രയോറിറ്റി അല്ലല്ലോ കൂടുതൽ എടുക്കേണ്ടത്, ഉണ്ണിയുടെ പ്രയോറിറ്റിയാണ്. അപ്പം എന്താ പറയുക, അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചിങ്ങനെ ബാക്ക് അടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.